നമസ്കാരം, ഞാൻ അരുൺ സുധാകർ. ലോക സിനിമയിലൂടെ എന്ന പരമ്പരയുടെ 3-ാം എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ലോക സിനിമ ദ ഗോഡ്സ് മസ്റ്റ് ബി ക്രൈസി, വർഷം 1981. പ്രാക്തന സമൂഹങ്ങളെയും ഗോത്ര സമൂഹങ്ങളെയും അവരുടെ നിത്യജീവിതത്തെയും നമ്മുടെ പരിഷ്കൃത സമൂഹത്തിൻ്റെ ഇടപെടലുകൾ എങ്ങനെ അവരുടെ ജീവിതചര്യകളെ ബാധിക്കുന്നു, അവരുടെ സത്വാവബോധങ്ങളെ എങ്ങനെ തകിടം മറിക്കുന്നു എന്നതിനെ നർമ്മത്തിലൂടെ ചാലിച്ച് ഇവിടെ അവതരിപ്പിക്കുകയാണ് ആഫ്രിക്കയുടെ പ്രിയ സംവിധായകൻ ജേമി യെയ്സ്. സിനിമയിലെ തന്നെ കറുത്ത ഹാസ്യത്തിന് മുഖമുദ്ര ചാർത്തിയ ഒരു ബഹുമുഖ പ്രതിഭയായ സംവിധായകൻ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, നടൻ, ഛായാഗ്രാഹകൻ എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരു അതുല്യ പ്രതിഭ. നമ്മുടെ ഇന്നത്തെ ഈ കഥ നടക്കുന്നത് ഒരു ആഫ്രിക്കൻ മരുപ്രദേശത്താണ്. വന്യജീവി സങ്കേതവുമാണ്. അവിടെ ഇരതേടുകയും അതിജീവനം നടത്തുകയും ചെയ്യുന്ന സാൻ എന്ന് പറയുന്ന ഒരു ആദിവാസി നായകൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം, വിവിധ പ്രായക്കാരായ ഒരു പ്രാകൃത സമൂഹം, സമാന്തരമായി യന്ത്രങ്ങൾ അടക്കി വാഴുന്ന ഒരു പരിഷ്കൃത സമൂഹവും ഈ ചലച്ചിത്രകാരൻ ഇവിടെ ദൃശ്യവൽക്കരിക്കുന്നുണ്ട്. ഒരു സ്വകാര്യ വിമാനത്തിൽ നിന്നും വലിച്ചെറിയപ്പെടുന്ന ഒരു കൊക്കക്കോളയുടെ കുപ്പി അവരുടെ ഈ ഗോത്ര സമൂഹത്തിലേക്ക് എത്തപ്പെടുകയാണ്. അതിനുശേഷം നടക്കുന്ന സംഭവങ്ങളിലൂടെയാണ് ഈ കഥ കാണുന്നത്. ഓരോ കുടുംബവും അതിന് ഓരോരോ ഉപയോഗങ്ങൾ കണ്ടെത്തുകയാണ് ഇവിടെ. ആ സമൂഹത്തിൻ്റെ തന്നെ മൊത്തം സ്വസ്ഥതയും പിന്നീട് നഷ്ടപ്പെടുകയാണ് ഇവിടെ. പിന്നീട് നമ്മുടെ നായകൻ സാൻ തന്നെ ആ കൊക്കക്കോള കുപ്പിയെ ഒരു പിശാചിൻ്റെ പരീക്ഷണ വസ്തുവായി വിലയിരുത്തുകയാണ്. അതിനെ ഉപേക്ഷിക്കാൻ അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങളെല്ലാം വിഫലമാവുകയാണ്, തിരിച്ചടികളാവുകയാണ്. ഇതൊക്കെ നർമ്മത്തിൽ പൊതിഞ്ഞ് അവതരിക്കപ്പെടുന്നുണ്ട് ഇവിടെ. സമാന്തരമായി 2 ഉപകഥകളും ഈ കുപ്പിക്കഥയുടെ കൂടെ ആവിഷ്കരിക്കുന്നുണ്ട് ഈ സിനിമയിൽ. അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ വസതിയിൽ കടന്നു കയറുന്ന തീവ്രവാദികളും അവരുടെ കലാപവും ഇവിടെ കോർത്തിണക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ വന്യജീവി ഗവേഷകനായ ഒരു വിദേശിയെയും അദ്ദേഹത്തിൻ്റെ കാമുകിയെയും സാൻ കണ്ടെത്തി നർമ്മത്തിൽ ചാലിച്ച നിഷ്കളങ്കമായ ദൃശ്യങ്ങളിലൂടെ അവരുടെ ബന്ധം വളരെ ഊഷ്മളമായി മാറുന്നു. വളരെ വൈകാരികമായ ഒരു ഹൃദയബന്ധം അവർക്കിടയിൽ രൂപപ്പെടുകയാണ് ഇവിടെ, സ്നേഹത്തിൻ്റെ. പിന്നീട് പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരത്തിൽ കലാപം നടത്തിയ തീവ്രവാദികളെ നമ്മുടെ ആദിവാസി നായകൻ സാൻ അതിസാഹസികമായി പരാജയപ്പെടുത്തുകയും കൂടെയുള്ളവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇവിടെ. അങ്ങനെ അയാൾ ഒരു വീരപുരുഷനായി മാറുകയാണ് ആ സമൂഹത്തിൽ. നമ്മുടെ ആ കൊക്കക്കോള കുപ്പിയെ അയാൾ പോസിറ്റീവായി കാണുകയാണ്. അങ്ങനെ അവരുടെ കുടുംബവും സമൂഹവും ശാന്തസുന്ദരമായ അവരുടെ പഴയ ജീവിതത്തിലേക്ക് തിരികെ എത്തുകയാണ് ഇവിടെ. അന്തർദേശീയ കോമഡി ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഹാസ്യ സിനിമയ്ക്കുള്ള ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് ഈ സിനിമ കരസ്ഥമാക്കി. ഈ സിനിമയ്ക്ക് പിന്നീട് നിർമ്മിക്കപ്പെടുകയുണ്ടായി. അമേരിക്കൻ തിയേറ്ററുകളിൽ നമ്മുടെ ഈ ലോക സിനിമ ദ ഗോഡ് മസ്റ്റ് ബി ക്രൈസി തുടർച്ചയായി 3 വർഷമാണ് പ്രദർശിക്കപ്പെട്ടത്. ചിത്രത്തിൻ്റെ രചന, നിർമ്മാണം, എഡിറ്റിംഗ് ഇവയെല്ലാം ജേമി യെയ്സ് തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മികച്ച പല ചലച്ചിത്രങ്ങൾക്കും പിന്നീട് 2 തവണ ഓസ്കാർ നാമനിർദ്ദേശവും 1 തവണ ഓസ്കാർ അവാർഡും തന്നെ ലഭിക്കുകയുണ്ടായി. ജീവിതാവസാനം വരെ ജെഫ്രിസ് ബേ എന്ന വൈദ്യുതിയില്ലാത്ത കടൽത്തീര വസതിയിൽ അദ്ദേഹത്തിൻ്റെ ബോട്ടാണിക്കൽ ശേഖരവും സൈക്കിൾ യാത്രകളുമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ജീവിതം. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അനേകം ഡോക്യുമെൻ്ററി ചിത്രങ്ങളും അദ്ദേഹം നിർമ്മിക്കുകയുണ്ടായി. ബ്യൂട്ടിഫുൾ പീപ്പിളും ഫണ്ണി പീപ്പിളുമെല്ലാം ലോകശ്രദ്ധ നേടിയ അദ്ദേഹത്തിൻ്റെ വന്യജീവി ഡോക്യുമെൻ്ററി ചിത്രങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ യൗവനകാലത്ത് നിത്യജീവിതത്തിനായി വനങ്ങൾ താണ്ടിയും കാട്ടുനദികൾ കുറുകെ നീന്തിയും സാഹസികമായി അദ്ദേഹം നടത്തിയ യാത്രകൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ സിനിമാ ദൃശ്യവൽക്കരണത്തിൽ വളരെയധികം സ്വാധീനിക്കപ്പെടുകയുണ്ടായി. വളരെയധികം അദ്ദേഹത്തിന് ഗുണപ്പെടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ. സിനിമ എന്ന കലാരൂപത്തിലും കലകൾക്കും വർണ്ണവും ദേശീയത എന്ന അതിർവരമ്പുകളെയും മായ്ക്കാനുള്ള ശക്തിയുണ്ട് എന്ന് തെളിയിച്ച ഒരു അതുല്യ പ്രതിഭയാണ് ജേമി യെയ്സ്. ആ വിശ്വപ്രതിഭയെ അനുസ്മരിച്ചുകൊണ്ട്
ഇന്നത്തെ ലോക സിനിമയിലൂടെ എന്ന പരമ്പര ഇവിടെ അർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.